ഒരു സംഭവം ഞാൻ ഓർമ്മിക്കട്ടെ. കുറേ നാളുകൾക്ക് മുമ്പ് ഒരു സുഹൃത്ത് എന്നെ സമീപിച്ചു. എണ്ണ ഖനനം ചെയ്യുന്ന ഒരു കപ്പലിലെ ജോലിക്കാരനാണ് അയാൾ. അയാളെ അലട്ടുന്ന വലിയ പ്രശ്നം ഭയമാണ്. തനിക്ക് എന്തോ ആപത്ത് പിണയാൻ പോകുന്നു എന്നുള്ള ഭയം. അത് സദാ അയാളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. അത് പരിഹരിക്കാൻ മന്ത്രം ചെയ്ത ഏലസരയിൽ കെട്ടിയിട്ടുണ്ട്. പക്ഷെ ഭയം തന്നെ വേട്ടയാടുന്നു എന്നതാണ് പ്രശ്നം. ഇത്രയ്ക്ക് രൂക്ഷമായിട്ടില്ലെങ്കിലും ഭയത്തിനടിമകളായി ക്ലേശം അനുഭവിക്കുന്ന അനേകർ നമ്മുടെ സമൂഹത്തിലില്ലേ? ചിലർക്ക് ആരോഗ്യത്തിന് ഹാനി ഭവിക്കുമോ എന്ന ഭയം, മറ്റു ചിലർക്ക് ജോലിക്കോ ബിസിനസ്സിനോ തകർച്ചയുണ്ടാകുമോ എന്ന ഭയം, ശത്രുക്കളായി തീർന്നിട്ടുള്ളവരിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവത്തെക്കുറിച്ചുള്ള ഭയം. ഇങ്ങനെ നീണ്ടുപോകുന്നു ഭയത്തിൻ്റെ പട്ടിക. കുടുംബ പാരമ്പര്യം ഭയത്തിന് ഒരു പ്രധാന ഘടകമാണ് എന്ന് പറയാറുണ്ട്. പലപ്പോഴും പല തൊഴിലുടമകളും ചില മതനേതാക്കളും ഒക്കെ അനുയായികളെ ഭയത്തിൻ്റെ ആ കരിമ്പട്ടികയിൽ ചേർത്ത് നിർത്താറുണ്ട്. എന്നാൽ നാം ഓർക്കേണ്ടത് എന്താണ്? ഈ ക്ഷുദ്രവികാരത്തെ ഒഴിവാക്കാൻ ഒന്നേ മാർഗമുള്ളൂ: ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം. ഏത് ശക്തിയെയും പരാജയപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയുമെന്നും തന്നിൽ അഭയം പ്രാപിക്കുന്നവരെ അവിടുന്ന് നിരഭയം കാത്തുസൂക്ഷിക്കുമെന്നുമുള്ള വിശ്വാസം. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഫിയർ വിൽ ചേസ് ഔട്ട് ഫെയ്ത്ത്, ഓർ ഫെയ്ത്ത് വിൽ ചേസ് ഔട്ട് ഫിയർ. ഇത് വളരെ സത്യമാണ്. ഭയം ഏറുമ്പോൾ വിശ്വാസം പുറംതള്ളപ്പെടുന്നു. എന്നാൽ വിശ്വാസം കടന്നു വരുമ്പോൾ ഭയം നിഷ്കാസനം ചെയ്യപ്പെടും. ഓർക്കുക, നമുക്ക് ഭയം കൊണ്ട് യാതൊരു കാര്യവുമില്ല. വിശ്വാസത്തിൽ നമ്മെ തന്നെ ബലപ്പെടുത്തൂ. ഭയമുണ്ടാകുമ്പോൾ നാം തന്നെ ശക്തരാവുകയാണല്ലോ.